പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള ക്ഷണം സ്വീകരിച്ച സഭകൾ. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശന സമയത്ത് ക്ഷണം ലഭിച്ചതായി ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ വ്യക്തമാക്കി. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം കാണേണ്ടത് സഭാ നേതൃത്വങ്ങൾ വ്യക്തമാക്കി. വാരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിനും കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് ചെറിയ പെരുന്നാൾ. 30 ദിവസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കി ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് വിശ്വാസികൾ. സ്ത്രീകൾ മൈലാഞ്ചി അണിഞ്ഞാണ് പുണ്യദിനത്തെ വരവേൽക്കുന്നത്. നോമ്പിലൂടെ നേടിയെടുത്ത പുണ്യം അടുത്ത റംസാൻ വരെ നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. കേരളത്തിനൊപ്പം ഒമാനിലും ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷം. രാവിലെ നടക്കുന്ന പെരുന്നാൾ പ്രാർത്ഥനകൾക്ക് മതപണ്ഡിതർ നേതൃത്വം നൽകും. പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും ആയിരങ്ങൾ പ്രാർത്ഥനയ്ക്കെത്തുന്നു. റംസാൻ 30 പൂർത്തിയാക്കിയാണ് ഒമാനിൽ ചെറിയ പെരുന്നാൾ ആഘോഷം. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നലെയായിരുന്നു ചെറിയ പെരുന്നാൾ. പെരുന്നാളിനോടനുബന്ധിച്ച് വിവിധ ഇടങ്ങളിൽ ഈദ് നമസ്കാരം നടന്നു. കൊച്ചി കലൂരിൽ നടന്ന നമസ്കാരത്തിൽ നടൻ മമ്മൂട്ടിയും മകൻ ദുൽഖർ സൽമാനും പങ്കെടുത്തു. കൊല്ലം ബീച്ചിൽ നടന്ന നമസ്കാരത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്തു. എലത്തൂർ തീവണ്ടി ആക്രമണത്തിൽ ഒരു മുസ്ലിം പേരുകാരൻ പ്രതിസ്ഥാനത്ത് വന്നത് ഏറെ വേദനയുണ്ടാക്കുന്ന കാര്യമെന്ന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി. അന്വേഷണത്തിലൂടെ വസ്തുത പുറത്തുവരണം. നിരപരാധികളെ കൊന്നുതള്ളുന്ന ചാവേറുകളെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊരു സമീപനവും ഇസ്ലാമിലില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശരിയായ ദിശയിലൂടെ അന്വേഷണം മുന്നോട്ട് പോയി യഥാർത്ഥ വസ്തുതകൾ വെളിച്ചത്ത് വരണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാറുള്ളത്. നമുക്ക് ഇത്രയേ പറയാനുള്ളൂ. ലോകത്ത് ഒരു മതവും ഇത്തരം ഭീകര പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു മനുഷ്യനെ കൊന്നാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമായിട്ടുള്ള കുറ്റകൃത്യമാണതെന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. കേരള കോൺഗ്രസ് വിട്ട ജോണി നെല്ലൂരിന്റെ നേതൃത്വത്തിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് കേരളം ഇന്ന് വേദിയാകും. നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി രൂപീകരിച്ചുള്ള പ്രഖ്യാപനം ഇന്ന് കൊച്ചിയിൽ നടക്കും. ജോണി നെല്ലൂരിന് പുറമെ VV അഗസ്റ്റിൻ, മാത്യു സ്റ്റീഫൻ എന്നിവരാണ് നേതാക്കൾ. അപ്രതീക്ഷിത അതിഥികളും പാർട്ടി പ്രഖ്യാപന വേദിയിലുണ്ടാകുമെന്നാണ് പ്രഖ്യാപനം. പുതുതായി രൂപീകരിക്കുന്ന നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി സംസ്ഥാനത്തെ ഇരുമുന്നണികൾക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് പാർട്ടി നിയുക്ത ചെയർമാൻ VV അഗസ്റ്റിൻ. പുതിയ പാർട്ടി മറ്റൊരു കേരള കോൺഗ്രസ് അല്ല. എല്ലാ സമുദായങ്ങളുടെയും അനുഗ്രഹാശിസുകൾ പുതിയ പാർട്ടിക്കുണ്ടെന്നും VV അഗസ്റ്റിൻ പറഞ്ഞു. ഞങ്ങൾ നടക്കുന്നത് ആരോടും വലിയ പ്രതിപത്തിയില്ല, ആരോടും ഞങ്ങളുടെ ശത്രുക്കളുമല്ല, ആരോടും ഒരു ശത്രുതയില്ല. ഞങ്ങൾ സ്വതന്ത്രമായിട്ടുള്ള കേരളത്തിലെ കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും ഇവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെ സംഘടിപ്പിച്ചുള്ള ഒരു നാഷണൽ പാർട്ടിയായിട്ട് വളരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. തിരുവനന്തപുരത്ത് നവജാത ശിശുവിനെ വിറ്റ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് തമ്പാനൂർ പോലീസ്. കുഞ്ഞിനെ വാങ്ങിയ യുവതിയുടെ മൊഴി പൂർണ്ണമായി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കുഞ്ഞിന്റെ അമ്മയെ കണ്ടെത്താനുള്ള നടപടികൾ തുടരുകയാണ്. വിൽപ്പനയിൽ ഇടനിലക്കാരുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രസവത്തിന് മുൻപ് തന്നെ 52,000 രൂപ നൽകിയതായും കുഞ്ഞിനെ കൈമാറിയപ്പോൾ 2,48,000 രൂപയും നൽകിയതായും കണ്ടെത്തി. കുഞ്ഞിനെ വിറ്റവർക്കും വാങ്ങിയവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CWCയും വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ AI ക്യാമറയിൽ VIP-കൾക്ക് ഇളവ് നൽകുന്നതിനെതിരെ ജനരോഷം രൂക്ഷം. ദുരന്ത നിവാരണ പ്രവർത്തകർക്കും ഫയർഫോഴ്സിനും പോലും അടിയന്തര സാഹചര്യത്തിൽ മാത്രമാണ് ഇളവ്. ഏത് സാഹചര്യത്തിലാണ് VIP പരിരക്ഷ എന്ന നിയമം വ്യക്തമാക്കണമെന്ന ആക്ഷേപവും ശക്തമാണ്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് NIAക്ക് കൈമാറി. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. കോഴിക്കോട് റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് NIAക്ക് കൈമാറിയത്. കേസ് ഡയറി, തൊണ്ടി മുതൽ അനുബന്ധ രേഖകളടക്കം എല്ലാം ഉടനടി NIAക്ക് കൈമാറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. AI ക്യാമറകൾ മിഴി തുറന്നതോടെ സംസ്ഥാനത്ത് ഹെൽമറ്റ് വിൽപ്പന കൂടി. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഹെൽമറ്റുകൾ തേടിയാണ് കൂടുതൽ പേരും എത്തുന്നത്. 700 രൂപ മുതൽ 31,000 രൂപ വരെ വിലയുള്ള ഹെൽമറ്റുകളാണ് വിപണിയിൽ ലഭ്യമാകുന്നത്. ISI മുദ്രയുള്ളവ ചോദിച്ചു വാങ്ങുകയാണ് ഉപഭോക്താക്കൾ. പോക്സോ കേസിൽ അറസ്റ്റിലായ ഷമുമുൻ റബ്ബാനെ വൈദിക ശുശ്രൂഷയിൽ നിന്ന് വിലക്കി ഓർത്തഡോക്സ് സഭ. വൈദികനെതിരായ ആരോപണം ഗുരുതരമെന്ന് കാത്തോലിക്ക ബാവ. സംഭവത്തിൽ ഓർത്തഡോക്സ് സഭ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. മെയ് 15-നകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. ഡൽഹി തുഗ്ലക് ലെയ്നിലെ ഔദ്യോഗിക വസതി രാഹുൽ ഗാന്ധി ഇന്നൊഴിയും. വീട്ടിലെ മുഴുവൻ സാധനങ്ങളും ഇന്നലെ വൈകിട്ടോടെ മാറ്റിയിരുന്നു. സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയായ ജൻപത്തിലേക്കാണ് രാഹുൽ താമസം മാറുന്നത്. അതേസമയം അപകീർത്തി കേസിൽ കുറ്റക്കാരനാണെന്ന വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി ഗുജറാത്ത് ഹൈക്കോടതിയിൽ അടുത്തയാഴ്ച അപ്പീൽ നൽകിയേക്കും. കർണാടകയിലെ മോദിയുടെ വീഡിയോ പങ്കുവച്ച അമിത്ഷാ. മോദിയിലുള്ള അചഞ്ചലമായ വിശ്വാസവും അദ്ദേഹത്തോടുള്ള നിസ്വാർത്ഥമായ വാത്സല്യവുമാണ് BJP നേടിയെടുത്തതെന്നും വീഡിയോടൊപ്പം അമിത്ഷാ ട്വീറ്റ് ചെയ്തു. പ്രധാനമന്ത്രിയുടെ കട്ടൌട്ടിൽ നിന്നും മഴവെള്ളം തുടയ്ക്കുന്ന നാട്ടുകാരന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു.
സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കൂടുതലും മലയോര മേഖലകളിലാകും മഴ ലഭ്യമാകുക. ചിലയിടങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് തടസ്സമില്ല. റോഡിൽ ബൈക്ക് അഭ്യാസം നടത്തിയ ഫ്രീക്കന്മാരെ നാടകീയമായി പിടികൂടി പോലീസും മോട്ടോർ വാഹന വകുപ്പും. ബൈക്ക് അഭ്യാസ പ്രകടനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചവരുടെ വീട്ടിലെത്തിയാണ് നടപടിയെടുത്തത്. കൊല്ലം ചവറയിൽ 5 ബൈക്കുകൾ പിടികൂടി. 5 ബൈക്കുകളും കസ്റ്റഡിയിലെടുത്തു. 5 പേർക്കെതിരെ കേസും 66,000 രൂപ പിഴയുമാണ് ഈടാക്കിയത്. തിരുവനന്തപുരം നെയ്യാർ ലയൺ സഫാരി പാർക്കിലെ കടുവയെ തൃശൂർ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി. പെൺകൊടുവ വൈകിയാണ് മാറ്റിയത്. വയനാട്ടിലെ ജനവാസ മേഖലയിൽ കറങ്ങി നടന്നിരുന്ന കടുവയെ പിടികൂടി 2020 നെയ്യാറിലെത്തിച്ചത്. പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് കടുവയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തൃശൂരിലേക്ക് എത്തിച്ചത്. ഇതോടെ ലയൺ സഫാരിയിൽ ഇനി കടുവയുണ്ടായിരിക്കില്ല. പശ്ചിമബംഗാളിൽ അനധികൃതമായി 38 കുപ്പി ഫെൻസിലൈൻ പാഴ്സലായി കടത്താൻ ശ്രമിച്ച പോസ്റ്റ്മാൻ പിടിയിൽ. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സാണ് തലാത്ത് മഹമ്മൂദിനെ പിടികൂടിയത്. പ്രതിയെയും പിടിച്ചെടുത്ത സാധനങ്ങളും സ്വരൂപ് നഗർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. സ്വർണ്ണവില ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 5,575 രൂപയായി. പവന് വില 44,600 രൂപയാണ്. വയനാട് വന്യജീവി സങ്കേതത്തിലെ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി അനിശ്ചിതത്വത്തിൽ. അക്കൌണ്ടിൽ പണം വന്ന് 4 വർഷമായിട്ടും ചെട്ടിയാലത്തൂർ വനഗ്രാമത്തിലെ 28 ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകുന്നില്ല. പുനരധിവാസത്തിന് സന്നദ്ധരായ 28 ആദിവാസി കുടുംബങ്ങൾക്ക് 2019 പണം അനുവദിച്ചതാണ്. സമൂഹമാധ്യമങ്ങളിൽ വൈറലായി ജയം രവിയും കാർത്തിയുമുള്ള ചിത്രം. ആലുവയിലെ ചായക്കടയിൽ താരങ്ങൾ ചായ കുടിക്കുന്ന ഫോട്ടോയാണ് പ്രചരിക്കുന്നത്. ജയം രവിയും കാർത്തിയും അപ്രതീക്ഷിതമായി ചായ കുടിക്കാൻ എത്തിയപ്പോൾ ആരാധകരും ചുറ്റും കൂടി. ചായ കുടിച്ച് സൊറ പറഞ്ഞു നിൽക്കുന്ന ഫോട്ടോ ഇരുവരും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതോടെ ലൈക്കുകളുടെ പെരുമഴയായി. പഞ്ചാബിലെ തരൻതാണിലെ ഗുരുദ്വാരയ്ക്ക് സമീപമുള്ള കാർ പാർക്കിംഗിൽ നിന്നും ഗ്രനേഡ് കണ്ടെത്തി. ഗുരുദ്വാരയിലെ ജീവനക്കാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പരിസരത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് ബോംബ് സ്ക്വാഡ് ഗ്രനേഡ് നിർവീര്യമാക്കി. പഞ്ചാബിലെ ദേരാബസിയിൽ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ വിഷവാതകം ശ്വസിച്ച് 4 തൊഴിലാളികൾ മരിച്ചു. സംഭവത്തെപ്പറ്റി അന്വേഷണം നടത്തി ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മൊഹാലി SP നവനീത് വിർക് അറിയിച്ചു. മഹാരാഷ്ട്രയിൽ ആശങ്കയായി കോവിഡ് കേസുകൾ. 5 മരണം റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനിടെ 993 പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചു. 5,970 ആക്ടീവ് കേസുകളാണ് സംസ്ഥാനത്തുള്ളത്. ജാഗ്രത തുടരാനും നിർദ്ദേശം. തമിഴ്നാട്ടിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 528 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിച്ച് 2 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ 3,660 പേർ കോവിഡ് ബാധിച്ച് തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ചെന്നൈയിൽ മാത്രം ഇന്നലെ 108 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 8.2% സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ബലാത്സംഗ കേസ് പ്രതിയെ രക്ഷിക്കാൻ 10 ലക്ഷം കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ആം ആദ്മി നേതാവിന്റെ പിതാവ് അറസ്റ്റിൽ. പഞ്ചാബിലെ ജലാലാബാദ് MLA ജഗ്ദീപ് ഗോൾഡി കംബോജിന്റെ പിതാവാണ് അറസ്റ്റിലായത്. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായ സുനിൽ കുമാറിന്റെ പരാതിയിലാണ് അറസ്റ്റ്. 4 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അസമിലെ ശക്തമായ കൊടുങ്കാറ്റിൽ കനത്ത നാശനഷ്ടം. ഒരാൾ മരിച്ചു. നിരവധി വീടുകളും കാറ്റിൽ തകർന്നു. പല മേഖലകളിലും മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും കടപുഴകി വീണു. ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെ പക്ഷത്തേക്ക് കൂടുതൽ നേതാക്കൾ. പുറത്താക്കപ്പെട്ട ഉദ്ധവ് താക്കറെ ഗ്രൂപ്പ് നേതാവ് ബാലാസാഹിബ് ചന്ദോര ഷിൻഡെ പക്ഷത്ത് ചേർന്നു. മഹാരാഷ്ട്രയിലെയും പൂനെയിലെയും നിരവധി നേതാക്കളും ഷിൻഡെ പക്ഷത്ത് ചേർന്നു. ഫെബ്രുവരി 17 ശിവസേനയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഷിൻഡെ പക്ഷത്തിന് നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയിരുന്നു. നരോദാഗാം കേസിലെ ഇരകൾക്ക് പിന്തുണ നൽകുമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. കേസിൽ പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചുവെന്നും ജയറാം രമേശ്. ഹീനമായ കുറ്റകൃത്യമാണ് നടന്നത്. നീതി നിരന്തര ജാഗ്രതയോടെ ഉറപ്പാക്കേണ്ട അവകാശമാണെന്നും ജയറാം രമേശ് പറഞ്ഞു. കശ്മീരിലെ ട്യൂലിപ്പ് ഗാർഡൻ അടച്ചു. റെക്കോർഡ് വിനോദസഞ്ചാരികളാണ് ഈ സീസണിൽ ഗാർഡൻ കാണാനെത്തിയത്. മാർച്ച് 19 ഗാർഡൻ സന്ദർശകർക്കായി തുറന്നു നൽകിയത്. 3.75 ലക്ഷം സന്ദർശകരാണ് എത്തിയത്. 3 ലക്ഷത്തിലധികം സഞ്ചാരികളും കശ്മീരിന് പുറത്തുനിന്നുള്ളവരാണ്. ട്രാൻസ്ഫോമറിൽ നിന്ന് തീ പടർന്ന് കൊൽക്കത്തയിലെ ടോപ്സിയയിൽ വൻ തീപിടുത്തം. ടോപ്സിയ റോഡിൽ സ്ഥിതി ചെയ്യുന്ന പ്ലാസ്റ്റിക് ഗോഡൌണിലേക്ക് തീ പടരുകയായിരുന്നു. ആളപായമില്ല. ഗോഡൌണിലെ പ്ലാസ്റ്റിക് കത്തി അന്തരീക്ഷത്തിൽ പുകയും രാസവസ്തുക്കളും പടർന്നു. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ട്രക്കും ബസും കൂട്ടിയിടിച്ച അപകടം. വെള്ളിയാഴ്ച രാത്രി നടന്ന അപകടത്തിൽ 7 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.
പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചരക്ക് കയറ്റി വന്ന ട്രക്കാണ് അപകടത്തിൽപ്പെട്ടത്. കടമ്പനിട്ടയിൽ ഇന്ന് വലിയ പടയണി. രാത്രി 11ഓടെ മന്നം നഗറിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കോലങ്ങളുടെ എടുത്തുവരവ്, തുടർന്ന് കാപ്പുലിക്കൽ. നാളെ നേരം പുലരുന്നതുവരെ പടയണി തുടരും. തിരുവല്ല സബ് കളക്ടറായി സഫ്ന നസ്രുദ്ദീൻ ചുമതലയേറ്റു. തിരുവനന്തപുരം പേയാട് സ്വദേശിനിയാണ്. 2020 കേരള കേഡർ IAS ബാച്ചിൽപ്പെട്ട സഫ്ന കോട്ടയം സബ് കളക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രഥമ മുഞ്ഞിനാട്ട് നാരായണക്കുറുപ്പ് ആശാൻ പുരസ്കാരം കടമനിട്ട വാസുദേവൻ പിള്ളയ്ക്ക്. പടയണിക്ക് നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് അംഗീകാരം നൽകിയത്. തിരുവനന്തപുരം മന്നം ക്ലബിന്റെ സ്ഥാപന ദിനാഘോഷം നടന്നു. ആഘോഷത്തിന്റെ ഭാഗമായി നിർധന വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായം വിതരണം ചെയ്തു. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ, മന്നം ക്ലബ്ബ് പ്രസിഡന്റ് അമ്പാടി ചന്ദ്രശേഖരൻ നായർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ 3ാം നൂർ ദിന പരിപാടിയുടെ ഭാഗമായി സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സഹകരണ എക്സ്പോയ്ക്ക് ഇന്ന് തുടക്കമാകും. ഈ മാസം 30 വരെ 9 ദിവസങ്ങളായി കൊച്ചി മറൈൻ ഡ്രൈവിലാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തകർക്കിടയിൽ സർവീസ് റോഡ് ആവശ്യവുമായി മതിലകം പ്രദേശവാസികൾ. നിർദ്ദിഷ്ട ഹൈവേയുടെ കിഴക്ക് വശത്തായി താമസിക്കുന്ന 100ലേറെ കുടുംബങ്ങളാണ് ഇടറോഡില്ലാത്തതിനാൽ ഹൈവേയിലേക്ക് കടക്കാൻ വഴിയില്ലാതാകുന്നത്. ഹൈവേ യാഥാർത്ഥ്യമാകുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഭയത്താൽ അധികാരികൾക്ക് ഭീമ ഹർജി നൽകാനുള്ള തയ്യാറെടുപ്പിലാണിവർ. വേനൽ ചൂടിന് പുറമെ പൊടിയിൽ മുങ്ങി സംസ്ഥാനത്തെ ഗ്രാമീണ റോഡുകൾ. ജലജീവൻ മിഷന് വേണ്ടി പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ചതിനെ തുടർന്ന് ഗ്രാമീണ റോഡുകളിൽ പൊടിശല്യം രൂക്ഷമായിരിക്കുകയാണ്. കടുത്ത വേനലിനൊപ്പം പൊടിയും കൂടിയായതോടെ ഇത്തരം റോഡുകളിലൂടെയുള്ള യാത്ര ദുരിതത്തിലാണ്. പല സ്ഥലങ്ങളിലും പുതിയ നിർമ്മിച്ച റോഡുകൾ പോലും വെട്ടിപ്പൊളിച്ചിട്ടുണ്ട്. ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടും കോഴിക്കോട് നഗരത്തിൽ വെളിച്ചമില്ലെന്ന ആക്ഷേപം. ഉത്സവ സീസണുകളിലടക്കം നിരവധി പേരെത്തുന്ന നഗരത്തിൽ വെളിച്ചക്കുറവ് സുരക്ഷയെ ബാധിക്കുമെന്നാണ് പരാതി. മിഠായി തെരുവ്, ബീച്ച് പോലെ തിരക്കേറിയ മേഖലകളിൽ പോലും കടകളിൽ നിന്നുള്ള വെട്ടമാണ് പൊതുജനത്തിന് വഴികാട്ടുന്നതെന്നും വിമർശനം. ലെഗസി വെരിഫിക്കേഷൻ നിലവിൽ വന്നതോടെ ട്വിറ്ററിൽ പ്രമുഖർക്ക് വെരിഫിക്കേഷൻ നഷ്ടമായി. വെരിഫിക്കേഷൻ നഷ്ടമായപ്പോഴുള്ള ചിലരുടെ പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. രാഷ്ട്രീയ നേതാക്കൾ മുതൽ സിനിമാ താരങ്ങൾ വരെയുള്ളവരാണ് പ്രതികരണങ്ങളുമായി എത്തുന്നത്. ട്വിറ്ററിനെ ട്രോളി അമിതാഭ് ബച്ചനും സച്ചിനും രംഗത്തെത്തി. തെക്കേ അമേരിക്കൻ രാജ്യമായ സുരിനാം വിദേശകാര്യ മന്ത്രിയുമായി ഡോക്ടർ S ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഗയാനയിൽ വെച്ചായിരുന്നു ആൽബർട്ട് ഡാംദനുമായുള്ള കൂടിക്കാഴ്ച. വികസന പങ്കാളിത്തം, സാംസ്കാരികം, സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. IPLൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 7 വിക്കറ്റിന് ജയം. സൺറൈസേഴ്സ് ഉയർത്തിയ 135 റൺസ് വിജയലക്ഷ്യം. ഒരു ഓവറും 2 പന്തും ബാക്കി നിൽക്കെയാണ് ചെന്നൈ മറികടന്നത്. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് സൂപ്പർ കിങ്സും തമ്മിലാണ് രണ്ടാമത്തെ മത്സരം. മെസ്സി ബാഴ്സയിലേക്ക് തിരിച്ചെത്തിയേക്കാമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാകുന്നു. ഈ വർഷം 2ാം പാദത്തോടെ ബാഴ്സ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിച്ച് മെസ്സിയെ തിരിച്ചെത്തിക്കാനുള്ള സാധ്യതകളാണ് വർദ്ധിക്കുന്നത്. PSG-യുമായുള്ള കരാർ അവസാനിക്കുന്ന മെസ്സി ഫ്രീ ഏജന്റ് ആകുമ്പോൾ ടീമിലെത്തിക്കാനാണ് ബാഴ്സയുടെ നീക്കം. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ വെടിനിർത്തൽ അംഗീകരിച്ച സൈന്യം. ഈദുൽ ഫിത്തർ പ്രമാണിച്ച് 3 ദിവസത്തേക്കാണ് വെടിനിർത്തൽ. സൈന്യവുമായി ഏറ്റുമുട്ടുന്ന അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നേരത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും സൈന്യം തീരുമാനം അറിയിച്ചിരുന്നില്ല. വെടിനിർത്തലിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കണമെന്ന് RSFനോട് സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആഭ്യന്തര യുദ്ധം ഒരാഴ്ച പിന്നിടുമ്പോൾ സുഡാനിൽ ഇതുവരെ 413 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ഇനി വാർത്തകൾ വിശദമായി ബ്രേക്കിംഗ് അവേഴ്സിൽ കാണാം. രതീഷ് അനുരൂപനെത്തും.